തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള സിപിഎം സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയും. പരാജയം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും പോളിറ്റ് ബ്യൂറോയുടെയും വിലയിരുത്തലുകൾ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനത്തിന് സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് സംസ്ഥാന സമിതിയുടെ അജണ്ടയിലില്ല. എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനം വന്നാൽ PB അംഗങ്ങൾ യോഗം ചേർന്ന് സംസ്ഥാന സമിതിയിൽ നിർദ്ദേശം അവതരിപ്പിക്കാനാണ് ആലോചന. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്ന് നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. സംസ്ഥാന സമിതി യോഗം നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള. അതിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായി ചർച്ചയാവുക? പ്രധാനമായും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ദേശീയ നേതൃത്വം വിലയിരുത്തിയത് ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറയുന്നത് അത് പിണറായി വിജയനിൽ മാത്രം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ല എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതുതന്നെയായിരിക്കുമോ ഇത്തവണ സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാവുക? അതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരെന്നതിലുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായേക്കുമോ? അനുശ്രീ, തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നിരുന്നു. അന്ന് പല കാരണങ്ങൾ പരാജയത്തിന് വഴിവെച്ചു എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ, അതിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുമുന്നണിക്ക് എതിരായി ഉണ്ടായി എന്നൊരു വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. വിശദമായ ചർച്ച സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആ യോഗമാണ് ഇന്ന് ചേരുന്നത്. നേരത്തെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒക്കെ എതിരെ വിമർശനം സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്നു. സംസ്ഥാന സമിതി അതൊന്ന് രൂക്ഷമാകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ശൈലി, സ്വജനപക്ഷപാതം തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് സർക്കാരിനെതിരെ ചിന്തിക്കാൻ പ്രേരകമായി എന്ന വിമർശനം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ഉയർന്നു വന്നേക്കാം. പാർട്ടി സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ വിമർശനം സംസ്ഥാന സെക്രട്ടറി ഉയരാൻ ഇടയുണ്ട്. ഇന്നും നാളെയുമായാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ഏതു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ പങ്കുവഹിച്ചു എന്ന കാര്യത്തിൽ ചർച്ചയുണ്ടാകും. പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന ആവശ്യം നേരത്തെ ഘടകകക്ഷി ഉന്നയിച്ചുവെങ്കിലും CPM അത്തരം നിലപാടിലേക്ക് പോയില്ല. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രിയെ കൂടി കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നാൽ അത്ഭുതപ്പെടാനില്ല. ചരിത്രത്തില്ലാത്ത വലിയ തിരിച്ചടിയാണ് CPM ഉണ്ടായിരിക്കുന്നത്. പാർട്ടി കോട്ടകൾ, കണ്ണൂർ പോലുള്ള, ആലപ്പുഴയും കൊല്ലവും പോലുള്ള പാർട്ടി കോട്ടകളിലാണ് CPM തകർന്നടിഞ്ഞത്. അത് പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തിരിച്ചുവരവിന്റെ വഴികളുടെ കൂടി ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. പ്രതിപക്ഷ നേതൃസ്ഥാനം ആര് ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചർച്ച നടന്നിരുന്നില്ല. അത് സംസ്ഥാന നേതൃത്വത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ആ തീരുമാനം പോളിറ്റ് ബ്യൂറോ യോഗം ആ തീരുമാനം വിട്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തെ PB അംഗങ്ങൾ യോഗം ചേർന്ന് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അത് സംസ്ഥാന സമിതി അവതരിപ്പിക്കും. അവിടെയാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അത് ഏകപക്ഷീയമായ തീരുമാനമായി വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിണറായി വിജയൻ ആകരുതെന്ന നിലപാടുള്ളവർ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലുമുണ്ട്. അദ്ദേഹം മാറി നിൽക്കണം. ഒരു പുതിയ നേതൃത്വം CPMന്റെ തലപ്പത്തേക്ക്, മുന്നണിയുടെ തലപ്പത്തേക്ക് വേണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. ഘടകകക്ഷികൾക്കും പലർക്കും അത്തരമൊരു സമീപനമാണുള്ളത്. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. ഈ വിഷയം അജണ്ടയില്ലെങ്കിൽ പോലും ആരെങ്കിലും ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.